ഓപ്പോയുടെ ഓപ്പോ A2m 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ A2m എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോ A2m 5Gയിൽ 6.56 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല, HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. ഈ ഒരു ഫോൺ ഏകദേശം 17,100 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫുൾ HD റെസൊല്യൂഷൻ എന്നുള്ള കാര്യം. പക്ഷേ ഇതിൽ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും ഇപ്പം AMOLED ഡിസ്പ്ലേയും വരുന്നുണ്ട്. എന്തായാലും ഈ ഫോണിൽ LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ പഞ്ചോൾ ഡിസൈനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഫോണിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനേ വരുന്നുള്ളൂ. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായനെ. പിന്നെ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 720 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സും മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ച്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 185 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.12 mm ആണ്. പിന്നെ IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ mediatek dimensity 6020 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 17,100 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ച പ്രോസസ്സറാണ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 6GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ സിംഗിൾ സ്പീക്കറെ ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള കളറോയ സോഫ്റ്റ്വെയർ ഈ ഫോണിൽ വരുന്നുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ 13 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഈ ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഫ്രണ്ടിൽ 5 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡേ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ അത് മിസ്സിംഗ് ആണ്. അതും കുറച്ച് നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. പിന്നെ Type-C ചാർജിംഗ് പോർട്ടാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 1499 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 17,100 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ച ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിനെ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നില്ല. പിന്നെ അത്ര മികച്ചൊരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നില്ല. പിന്നെ പ്രോസസ്സറും അത്ര ബെസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സും ഇതിൽ കൊടുത്തിട്ടില്ല. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫീച്ചേഴ്സ് നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്തു വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഓപ്പോയുടെ ഓപ്പോ A2m എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളേത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.